പണവരവ് ധാരാളം, എന്നാൽ വീട്ടിൽ പൈസയൊന്നും നിൽക്കുന്നില്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഒന്ന്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങളുടെ ലക്കി ഡയറക്ഷൻസിലേക്കാണോ നിങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തിക്കും ഇവിടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അവിടെ ഒരു കുവാ നമ്പർ ഉണ്ട്. ഈ കുവാ നമ്പർ കണ്ടുപിടിക്കുന്ന രീതി ഞാൻ നേരത്തെ പ്രോഗ്രാമുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൺസൾട്ടിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ കുവാ നമ്പർ എത്രയാണെന്നും നിങ്ങളുടെ ഭാഗ്യദിക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അത് വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ദിക്കിലേക്ക് നിങ്ങൾ തലവെച്ച് കിടക്കുക. അപ്പോൾ ഉദാഹരണത്തിന് കുവാ നമ്പർ 1 ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, സൗത്ത് ഈസ്റ്റ് ഇത് 4ഉമാണ് ഈ വ്യക്തിയുടെ ഭാഗ്യദിക്ക്. ഇപ്പോൾ ഇദ്ദേഹം കിടക്കുന്നത് വെസ്റ്റിലേക്ക് തലവെച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യദിക്കിൽ ഈ 4 ദിക്കുകളാണല്ലോ. വെസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഭാഗ്യദിക്കിൽ ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം കുവാ നമ്പർ 8 ആണെങ്കിലോ ഈസ്റ്റിലോട്ടോ സൗത്തിലോട്ടോ നോർത്തിലോട്ടോ സൗത്ത് ഈസ്റ്റിലോട്ടോ തലവെച്ച് കിടക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യദിക്ക് സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം എങ്ങോട്ട് തലവെച്ച് കിടക്കണം? വെസ്റ്റിലേക്ക് തലവെച്ച് കിടക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് വലതുവശം ചരിഞ്ഞെണീക്കാനാണ് പറയുന്നത്. ഫെങ്ഷുയിൽ അങ്ങനെയല്ല. ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഹെഡിന്റെ ഡയറക്ഷൻ അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കറിയാം തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം എന്താണ്. ഇപ്പോൾ നമ്മളൊരു കൺസൾട്ടിങ്ങിന് ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഇപ്പോഴത്തേക്ക് തെക്കോട്ട് തലവെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കും, സാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? അത് ഇന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് അതിൻ്റെ കുവാ നമ്പർ എടുക്കും. കുവാ നമ്പർ എടുത്തിട്ട് അതിൻ്റെ ഭാഗ്യദിക്ക് എടുക്കും. ഭാഗ്യദിക്ക് എടുത്തിട്ട് അപ്പോൾ ഭാഗ്യദിക്കിൽ സൗത്ത് ഉണ്ടോ എന്ന് നോക്കും. ഭാഗ്യദിക്കിൽ സൗത്ത് ഇല്ല. അപ്പോൾ സൗത്ത് തലവെച്ച് കിടന്നാൽ ഇദ്ദേഹത്തിന് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്നുള്ള ചാർട്ടുണ്ട്. അത് നോക്കിയിട്ട് ഞാൻ ചോദിക്കും, സാറേ ഇന്ന പ്രശ്നങ്ങളാണ്. ഇന്ന പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന്റെ ബാഡ് ഡയറക്ഷനിലോട്ട് ഹെഡ് വരുന്നത് കൊണ്ടാണ്. അപ്പം ഗുഡ് ഡയറക്ഷനിലായിട്ട് ഹെഡ് വരുത്തുക. അടുത്തത്, നമുക്ക് സമ്പത്തിന്റെ പ്രശ്നങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീടിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു ഡോറോ ഒരു ഗേറ്റോ അല്ലെങ്കിൽ ആ ഭാഗത്തൊരു മിസ്സിങ്ങോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല. ഒന്ന്, നമ്മളുടെ തലവെച്ച് കിടക്കുന്ന ഡയറക്ഷൻ ഏതാണെന്ന് നോക്കണം. 2, നമ്മളുടെ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഈ പറയുന്ന കിണർ, സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി, അവിടുത്തെ മിസ്സിങ്, അവിടുത്തെ ഗേറ്റ്, അവിടുത്തെ കിണർ, അവിടുത്തെ ബാൽക്കണി, അവിടുത്തെ കാർ പോർച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളിൽ സമ്പത്ത് നിൽക്കുക. ഇപ്പം നേരത്തെ പല പ്രോഗ്രാമിൽ ഇതിനെപ്പറ്റി പല ദിക്കുകളെപ്പറ്റി പറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ച് കൺസൾട്ടിങ്ങിന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ ഇത് യൂട്യൂബിൽ ഇന്നണക്ക് സാർ ഇന്ന പ്രോഗ്രാം ചെയ്ത് കണ്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം ശരിയാണ്, അപ്പോൾ സാറിനെ വിളിച്ചൊന്ന് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചതാണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വിളിച്ച് കറക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പം എന്ത് കാര്യത്തിനും നമ്മളൊരു 3 മെത്തേഡുകൾ നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഭാരതത്തിൻ്റെ വാസ്തുശാസ്ത്ര പ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഇതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. 2, ഫെങ്ഷു പ്രകാരം ഇതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. 3 എന്ന് പറയുന്നത് പിരമിഡ് വാസ്തുവും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾക്കും നമ്മളിതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് സാധിക്കും. എന്നാൽ 100% വീടുകൾക്ക് 100 വീട് ചെയ്ത് 100നും റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 5 വീട്ടിനെങ്കിലും ഒരുപക്ഷെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റു പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ 95 വീടിന് ഉറപ്പായിട്ടും റിസൾട്ട് വരുന്നിരിക്കും. അടുത്തത് നമ്മൾ സംസാരിച്ചു വരുന്നത് സമ്പത്തിനെ പറ്റിയാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തെക്ക് കിഴക്ക് ഭാഗത്ത് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോവുക. 2, തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് വരിക. 3, തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വരിക. ഇപ്പോൾ ചിലത് പറയും, സാറേ എൻ്റെ വീട്ടിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഒന്നുമില്ല, പക്ഷേ വീടിൻ്റെ പുറത്ത് വസ്തുവിൽ തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, അത് പ്രശ്നമാണോ എന്ന് ചോദിക്കും. ഉറപ്പായിട്ട് അതും പ്രശ്നമാണ്. വീട്ടിനകത്ത് ആ ദിക്കിൽ വന്നാലും വീട്ടിൻ്റെ പുറത്ത് വസ്തുവിൽ ആ ദിക്കിൽ വന്നാലും ഉറപ്പായിട്ടും നിങ്ങളത് സ്വാധീനിക്കും. ചിലർ പറയും, സാറേ എനിക്ക് വീട്ടിനോട് ചേർത്തല്ല, വീട്ടിൽ നിന്ന് ഒരു 10-15 അടി മാറി ആണ് എൻ്റെ സെപ്റ്റിക് ടാങ്ക് കിടക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത്, അതെന്നെ ബാധിക്കുമെന്ന് ചോദിക്കും. ഉറപ്പായിട്ടും ബാധിക്കും. ചിലർ പറയും, സാറേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ ഒരു സിമൻറ്റ് കട്ട വെച്ചിട്ട് ഒന്ന് കെട്ടിത്തിരിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ബാധിക്കുമെന്ന് ചോദിക്കും. ഉറപ്പായിട്ടും അതും ബാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വാസ്തുമണ്ഡലം തിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു 2 അടി താഴ്ചയിൽ 2 അടി വീതിക്ക് അതിനൊരു വാനം തോണ്ടി പാറ കെട്ടിയിട്ടാണ് ഒരു വാസ്തുമണ്ഡലം കറക്റ്റ് തിരിയുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് തിരിക്കാനായിട്ട് നമുക്ക് പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല റിസൾട്ടും അത് തരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്യൂ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി ഇതൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഫെങ്ഷു പ്രകാരം നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലെയോ വാതിലിലെയോ എന്തെങ്കിലും സ്റ്റാറുകൾ നിങ്ങളെ മോശമായി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നല്ലൊരു ഫെങ്ഷു കൺസൾട്ടിനെ കാണിച്ച്
നോക്കുക. ഇത് ഇത്രയ്ക്കകത്ത് വെച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനെ കറക്റ്റായിട്ട് നിങ്ങൾ റെമഡി ചെയ്യൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാറ്റങ്ങളുണ്ടാവും. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് കൂവാ നമ്പറിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഓരോരുത്തരും ജനിച്ച വർഷത്തിൽ നമുക്കൊരു ഫെങ്ഷുയിൽ ഒരു അനിമൽസ് ഉണ്ട്. അപ്പോൾ ചിലർ പറയും സാറേ എൻ്റെ അനിമൽ ഇന്നതാണെന്ന് പറയും. അത് ഫെങ്ഷുയുടെ അനിമൽ അല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് അവരുടെ ജാതകത്തിൽ വന്നിരിക്കുന്ന അനിമൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറയുന്ന അനിമൽ അതല്ല, ഫെങ്ഷു പ്രകാരമുള്ള അനിമൽസ് ആണ് ഈ പറയുന്നത്. ഇപ്പം നമ്മുടെ ഓരോ വർഷത്തിനും ഓരോ അനിമൽ ഉണ്ട്. അപ്പോൾ ഈ വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡ്രാഗൺ ഇയർ ആണ്. അപ്പോൾ ഈ വർഷത്തെ അനിമൽ ഡ്രാഗൺ ആണ്, അടുത്ത വർഷം അടുത്തൊരു അനിമലാണ്. അപ്പോൾ അതേപോലെ നമ്മളെല്ലാവരും ജനിക്കുന്ന വർഷത്തിൽ ഒരു അനിമൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ആ അനിമൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓരോ അനിമലിനും ഒരു രഹസ്യ സുഹൃത്തുണ്ട്. ഇപ്പോൾ ഡ്രാഗന്റെ സീക്രട്ട് ഫ്രണ്ട് അല്ലെങ്കിൽ രഹസ്യ സുഹൃത്ത് എന്ന് പറയുന്നത് റൂസ്റ്ററാണ്. അങ്ങനെ ഓരോ അനിമലിനും ഉണ്ട്. ഇപ്പം ഇതാണ് ഈ അനിമൽ കാർഡ് എന്ന് പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ നമ്മളെ ATM കാർഡിന്റെ പകുതിയുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഇത് ഒരു റെഡ് കളറിലാണ്. ഇതിനകത്ത് നമുക്ക് ഈ 12 അനിമൽസിൻ്റെയും ഇതിനകത്തുണ്ടായിരിക്കും. ഇതിപ്പോൾ മങ്കിയുടേതാണ്. അപ്പം ഇത് നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡുണ്ട്. ഇതിനകത്ത് ഒരു സൈഡിൽ ഗ്രീൻ താര എന്ന് പറഞ്ഞിട്ട് ഗോഡിന്റെ ചിത്രവും ഒരു സൈഡിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ അനിമലിന്റെ ചിത്രവുമായിരിക്കും. ഇപ്പം ഇതാണ് നമ്മുടെ കൈവശം സൂക്ഷിക്കേണ്ടത്. ഇപ്പം മങ്കിയുടെ സീക്രട്ട് ഫ്രണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേക്ക് ആണ്. അപ്പോൾ ഈ ഒരു കാർഡും സ്നേക്കിന്റെ ഒരു കാർഡും കൂടെ കൈവശം സൂക്ഷിക്കാം. ഇപ്പോൾ ഇത് 12 അനിമൽസ് ആണ് വരുന്നത്. ഇത് വന്നിട്ട് മങ്കി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത അനിമൽസ് ടൈഗർ വന്നിട്ടുണ്ട്. അത് അടുത്ത അനിമൽസ് റാറ്റ് ആണ്. അടുത്ത അനിമൽ വരുന്നത് നമ്മളുടെ ഡ്രാഗൺ ആണ് ഈ വർഷത്തെ അനിമൽ. അടുത്ത അനിമൽ വന്നിരിക്കുന്നത് ഓക്സ് ആണ്. അടുത്ത അനിമൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഡോഗാണ്. അടുത്ത അനിമൽ വന്നിരിക്കുന്നത് ഷീപ്പാണ്. അടുത്തത് റൂസ്റ്റർ ആണ്. അതിൻ്റെ അടുത്ത അനിമൽസ് വന്നിരിക്കുന്നത് റാബിറ്റ് ആണ്. അടുത്ത അനിമൽ വന്നിരിക്കുന്നത് ഹോഴ്സ് ആണ്. അടുത്തത് വന്നിരിക്കുന്നത് സ്നേക്ക് ആണ്. അടുത്തത് പിഗ് ആണ്. അങ്ങനെ 12 അനിമൽസ് ഉണ്ട്. ഓരോ അനിമൽസിനും ഒരു സീക്രട്ട് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അനിമലിൻ്റെ കാർഡും സീക്രട്ട് ഫ്രണ്ടിൻ്റെ കാർഡും കൂടെ കൈവശം സൂക്ഷിക്കുക. എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ട് ഒരു സപ്പോർട്ടിങ് ഉണ്ടായിരിക്കും. ഒരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.